നമ്മുടെ വീടിന്റെ റിനോവേഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാക്കി എടുത്തത് എൻ്റെ അടുക്കളയാട്ടോ. അടുക്കളയിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഫ്രിഡ്ജായിരുന്നു കിടന്നിരുന്നത്. അപ്പോൾ ഞാൻ അതൊന്ന് മാറ്റിയിട്ട് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഇരുന്ന് ഭക്ഷണം കഴിക്കാനും അതുപോലെ നമുക്ക് നമ്മുടേതായ എന്തെങ്കിലും എഴുതാനോ വായിക്കാനോ അല്ലെങ്കിൽ മൊബൈൽ നോക്കാനോ ഒക്കെ നമ്മുടെ ഈ അടുക്കളയിൽ തന്നെ സമയവും സ്ഥലവും കണ്ടെത്താനായിട്ട് പറ്റുന്ന ഒരിടമായിട്ട് അടുക്കള മാറ്റിയിട്ടോ. അപ്പോൾ അടുക്കളയിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മളിതുപോലെ നമുക്കൊന്ന് എന്താ പറയുക, ഇത് ആവശ്യം കഴിഞ്ഞാൽ വേണമെങ്കിൽ മടക്കിയിടാവുന്ന, എന്നാൽ ഇതുപോലെ തന്നെ നമുക്കൊരു മേശയുടെ പോലെ തന്നെ ഒരു ഉപകാരപ്പെടുന്ന ഒരു സംവിധാനമാണ്. നമ്മൾക്ക് ചെറിയ അടുക്കളയാണെങ്കിലും ചെറിയ സ്പേസ് മതി കേട്ടോ. അതുപോലെയുള്ള 2 പേർക്ക് ഇരുന്ന് കഴിക്കാനായിട്ടുള്ള ഒരു ചെറിയ സ്പേസ് കണ്ടെത്താനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഉണ്ടാക്കി തന്നത് നമ്മുടെ ഡിസൈനറായിട്ടുള്ള സനൂപ് തന്നെയാണ്. റിനോവേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അടുക്കളയിൽ ചെയ്ത ആകൊരു കാര്യം എന്ന് പറയുന്നത് കബോർഡുകളുടെയൊക്കെ കളറൊന്ന് മാറ്റി, തേക്കിൻ്റെ ഡിസൈനിലേക്ക് മാറ്റി. ഇതൊരു മെറൂൺ കളറിലുള്ള ഒരു വുഡിൽ അങ്ങനത്തെ ഒരു പെയിൻ്റായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ മാറ്റിയപ്പോൾ മറ്റുള്ള റൂമുകളിലുള്ള അതേ ഗോൾഡൻ ടച്ച് തന്നെ വരാൻ വേണ്ടിയിട്ടാണ് വൈറ്റും ഗോൾഡനും. ഈ ഒരു ഭാഗത്തായിരുന്നു നമ്മുടെ ഫ്രിഡ്ജ് കിടന്നിരുന്നത്, ഇവിടെയായിരുന്നു. ആ ഫ്രിഡ്ജ് ഞങ്ങൾ നേരെ തൊട്ടപ്പുറത്തെ അടുക്കളയിലേക്ക് മാറ്റി. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നല്ലൊരു സ്പേസ് കിട്ടി. 15 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ വീട് പണിയുന്ന സമയത്ത് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒന്നും കൂടി മെച്ചപ്പെടുത്തണം അല്ലെങ്കിൽ കുറച്ചുകൂടി സംവിധാനം വേണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സംവിധാനം ഇതുപോലുള്ള ഐഡിയാസൊക്കെ നമുക്ക് ഉപകാരപ്പെടും കേട്ടോ. ഒത്തിരി പഴയ മോഡലിലുള്ള വീടുകളൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ സൗകര്യത്തിനൊത്ത് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് സനൂപിനോട് ഈ കാര്യം പറഞ്ഞു, ഞങ്ങൾക്ക് 2 പേർക്കും ഇരിക്കാവുന്ന രീതിയിൽ ഒരു സ്പേസ് അടുക്കളയിൽ കണ്ടെത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ആളാണ് പറഞ്ഞത് നമ്മുടെ അടുക്കളയിലെ സ്ലാബിൻ്റെ അതേ കളറിൽ തന്നെ മാച്ച് ചെയ്യുന്ന, ശരിക്കും അതേ കളറല്ല എങ്കിലും മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മാർബിൾ ഡിസൈനിൻ്റെ മൈക്കയാണ് നമ്മൾ ഈ ഒരു ഇതിനകത്ത് ഒട്ടിച്ചിരിക്കുന്നത്. അതായത് WPCയുടെ 3 ലെയർ ഷീറ്റിലാണ് നമ്മൾ ഈ ഒരു ഇതുണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അത് നമ്മുടെ അളവൊക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ അത് ഒട്ടിച്ച് നല്ല ഡിസൈൻ ചെയ്ത് നല്ല ഡിസൈനാക്കി അത് നമ്മുടെ ഒരു ക്ലാമ്പിലാണ് ഇത് പിടിപ്പിച്ചിരിക്കുന്നത്, ലിവറാണ്. അപ്പോൾ അതൊക്കെ പിടിപ്പിച്ച് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അതെല്ലാം ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ആ ലിവർ വലിച്ചു കഴിഞ്ഞാൽ 2 ലിവർ ഉണ്ട്, അത് വലിച്ചു കഴിഞ്ഞാൽ താഴത്തേക്ക് ഇടാവുന്ന രീതിയിലാണ് ഇത് സംവിധാനം ചെയ്തു തന്നിരിക്കുന്നത്. ഞങ്ങൾ മിക്കവാറും ഇവിടെ തന്നെയാണ് ഞങ്ങളുടെ എന്താ പറയുക സംസാരവും ഇരിക്കലും വർത്താനവും ചിരിയും ഭക്ഷണം കഴിക്കലും എല്ലാം നമ്മുടെ ഈ ഒരു അടുക്കളയിൽ തന്നെയാണ്. അത് വലിയൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇപ്പോൾ 2 പേര് ഇരിക്കുന്ന സ്പേസുള്ള ഈ ഒരു ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു 3000 രൂപയുടെ അടുത്ത് ചിലവ് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇത് ക്ലാമ്പ് വാങ്ങണം, അതുപോലെ തന്നെ അതിൻ്റെ ലിവറുണ്ട്, പിന്നെ മൈക്ക, അതിൻ്റെ WPCയുടെ ഷീറ്റ്, ഇതെല്ലാം നമ്മൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു 3000 രൂപയുടെ ബഡ്ജറ്റാണ് നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതേപോലെ ചെറിയ ചെറിയ ഐഡിയാസൊക്കെ നമ്മുടെ വീട്ടിൽ, പഴയ വീട്ടിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നല്ലൊരു പുതുമ തോന്നുന്ന രീതിയിൽ നമ്മൾ അയൺ ബോക്സ് വെക്കുന്ന ആ ഒരു അയൺ മേശ ഉണ്ടല്ലോ, തേക്കുന്ന മേശ, അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നില്ലേ, അതേ രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടം അറിയിക്കുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ, ഒപ്പം കൂടുക കേട്ടോ.